മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെയധികം ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ക്രിസ്തുമതം കാരുണ്യത്തിൻ്റെയും ദയയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും എല്ലാം മതമാണെന്ന്. ധാരാളം ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ലോകത്തിലെ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കുമെല്ലാം സഹായം തരുന്ന, സഹായം നൽകുന്ന ഒരു മതമാണ് ക്രിസ്തുമതമെന്ന്. പുണ്യവാളന്മാരും പരിശുദ്ധന്മാരും വാഴ്ത്തപ്പെട്ടവരുമെല്ലാം നന്മ മാത്രം ചെയ്യുന്നവരാണ് എന്നൊരു ധാരണ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും ക്രിസ്ത്യാനികളുടെ മനസ്സിൽ തെറ്റായിട്ട് നിറച്ചു വച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നല്ല ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ കോട്ടയത്തിൽ ജനിച്ച, ചരിത്രത്തിൽ PhD എടുത്ത, കോട്ടയത്തെ പ്രസിദ്ധമായ കോളേജിലെ ചരിത്ര പ്രൊഫസറും വൈസ് പ്രിൻസിപ്പാളിൻ്റെ ലെവൽ വരെയും ഉയർന്ന ഡോക്ടർ ഐസക് സാറ് എഴുതിയ ഒരു ലേഖനം അതേപോലെ ഇവിടെ വായിക്കാം. യഥാർത്ഥ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം എന്താണെന്ന് ക്രിസ്ത്യാനികൾ അറിയണം. നിങ്ങളെ നിങ്ങളുടെ ബിഷപ്പുമാരും മെത്രാന്മാരും അച്ഛന്മാരും പറ്റിക്കുന്നതും, അതേപോലെ മാനവരാശിയെ എങ്ങനെയാണ് ക്രിസ്ത്യൻ പുണ്യവാളന്മാരും പരിശുദ്ധന്മാരും അവഹേളിച്ചത് എന്നും നിങ്ങളൊന്ന് അറിയണം. ഇത് ഡോക്ടർ ഐസക് സാറിൻ്റെ ലേഖനമാണ്. പണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം കേരളത്തിൽ വന്ന് വിശുദ്ധ തോമാശ്ലീഹ എന്ന് പറയുന്ന ഈ കേരളത്തിൽ വരാത്ത ഒരു വ്യക്തിയുടെ ഏതോ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയോ ഒക്കെ ചെയ്ത സമയത്ത് ഡോക്ടർ ഐസക് സാർ എഴുതിയ ഒരു ലേഖനമാണിത്. ഇത് തോമസ്, ജോബ് തുടങ്ങിയവർ, ക്രിസ്തുമതത്തിൻ്റെ മാത്യു, ജോബ് തുടങ്ങിയവർ ക്രിസ്തുമതത്തിൻ്റെ മഹത്വം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയവരോട് കൂടി ഒരു മറുപടിയായിട്ടാണ് ഈ ലേഖനം ഞാൻ വായിക്കുന്നത്. ഈ ലേഖനത്തിൽ എൻ്റേതായിട്ടുള്ള ഒരു വരി പോലും ഇല്ല. സെന്റ് ഫ്രാൻസിസ് സേവിയർ വിശുദ്ധനോ അതോ മഹാപാപിയോ? ഇതാണ് ഐസക് സാർ എഴുതിയ ലേഖനത്തിൻ്റെ ടൈറ്റില്. വിശുദ്ധനാണോ അതോ മഹാപാപിയാണോ എന്ന്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് നവംബർ 17-ന് നമ്മുടെ രാഷ്ട്രപതി കൊച്ചിയിലെത്തിയിരുന്നു. തോമാശ്ലീഹയുടെ ഭാരത പ്രവേശനത്തിൻ്റെ 1950 വാർഷികവും ഫ്രാൻസിസ് സേവിയറുടെ സ്വർഗീയ പ്രവേശനത്തിൻ്റെ 450 വാർഷികവും ആചരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വിശ്വാസ സംഘത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തു. ഈ അവസരത്തിൽ രണ്ട് സംഭവങ്ങളുടെയും യഥാർത്ഥ രൂപം എന്താണ് എന്ന് ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് ഐസക് സാർ ലേഖനം ആരംഭിക്കുന്നത്. കേരളീയ സമൂഹത്തിൽ ക്രിസ്തുമത സാന്നിധ്യം പ്രകടമാകുന്നത് മധ്യേഷ്യയിൽ ഇസ്ലാമിൻ്റെ വ്യാപനത്തോടു കൂടിയാണ്. അവിടങ്ങളിൽ നടന്ന ക്രൂരമായ മതപീഡനങ്ങളിൽ നിന്നും മോചനം നേടി പാഴ്സികളും ക്രിസ്ത്യാനികളും ഭാരതത്തിലെത്തി. ഭാരതം പണ്ടുമുതലേ നിരാശ്രയരുടെ അഭയകേന്ദ്രമായിരുന്നു. ക്രിസ്ത്യാനികളുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ജൂതർ കണ്ടെത്തിയ അഭയസ്ഥാനം ഭാരതമായിരുന്നല്ലോ. അവരുടെ രക്തം വീഴാത്ത ഒരേ ഒരു നാടും ഭാരതമായിരുന്നു. ഈ കേട്ടറിവാകാം ക്രിസ്ത്യാനികളെയും പാഴ്സികളെയും ഭാരതത്തിലെത്തിച്ചത്. അങ്ങനെയാണ് ക്രിസ്തുമതം ആദ്യമായി കേരളത്തിലെത്തുന്നത്. ഇവിടുത്തെ പുരാതന ക്രിസ്ത്യൻ തറവാട്ടുകാർ സുറിയാനി, സിറിയയിൽ നിന്ന് കുടിയേറിയവർ. സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം ഇവിടെ കാണുന്ന തരത്തിലൊരു ക്രിസ്തുമതം ഇവിടെ സൃഷ്ടിച്ചത് ഫ്രിങ്കി ഫ്രാൻസിസ് സേവിയർ കൂട്ടുകെട്ടാണ്. ആ അവിശുദ്ധമായ ഫ്രാൻസിസ് സേവിയറുടെ വിശുദ്ധതയുടെ രഹസ്യങ്ങളെ അവലോകനം ചെയ്യുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിച്ചു കൊള്ളട്ടെ. ഇത് ഇൻട്രൊഡക്ഷൻ്റെ രണ്ടാം ഭാഗമായിട്ട് ഡോക്ടർ ഐസക് സാർ എഴുതിയതാണ്. സ്പെയിനിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന്
1541 ഭാരതത്തിലേക്ക് കപ്പൽ കയറിയ ഒരു ജസ്യൂട്ട് പാതിരിയാണ് നമ്മുടെ കഥാപാത്രം. ഭാരതത്തില് 8 വർഷവും പൂർവേഷ്യയിലുമായി 1 ദശത്തിലധികം കാലഘട്ടം ക്രിസ്തുമത പ്രചരണത്തിൽ ഏർപ്പെട്ട ഈ പാതിരിയെ പറ്റി നിരവധി കെട്ടുകഥകൾ സഭ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ഈ കെട്ടുകഥകൾക്കപ്പുറമുള്ള ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലണം. മധ്യകാല മുസ്ലിം ചക്രവർത്തിമാരെ പോലും ലജ്ജിപ്പിക്കത്തക്ക വിധം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അസഹിഷ്ണുതയുടെ വിത്തുകൾ ചിലപ്പോഴൊക്കെ മുളയ്ക്കാറുണ്ട്. അത് ശബരിമല തീവയ്പായിട്ടും പൂങ്കാവന കയ്യേറ്റമായും കാലഘട്ടത്തിലൂടെ ഇന്നും അവതരിക്കുന്നുമുണ്ട്. ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ക്രിസ്തുമതത്തെ ഫ്രിങ്കി മതാന്ധതയുടെ ഉപ ഉൽപ്പന്നമാക്കി തീർത്തതിൽ ഈ പാതിരിയുടെ സേവനം അവിസ്മരണീയമത്രേ. സേവനം എന്നുള്ളത് കൊട്ടേഷനിലാണ് ഐസക് സാർ കൊടുത്തിരിക്കുന്നത്. 1542 കേരളത്തിലെത്തിയ ഫ്രാൻസിസ് സേവിയർ എന്ന ജസ്യൂട്ട് പാതിരി കന്യാകുമാരി മുതൽ തിരുനെൽവേലി വരെയുള്ള സ്ഥലങ്ങളിലെ പരവന്മാരെയും മത്സ്യബന്ധനം തൊഴിലാക്കിയിട്ടുള്ളവരെയും കൂട്ടമതപരിവർത്തനത്തിന് വിധേയമാക്കി. ഈ സംഭവം വിജയനഗര സാമ്രാജ്യത്തെ കണക്കിലധികം ചൊടിപ്പിച്ചു. വിജയനഗര രാജാവ് രാമരായ വിഠലയുടെ കീഴില് ഒരു സൈന്യത്തെ അയച്ചാണ് ഈ കൂട്ട മതം മാറ്റ പ്രക്രിയയ്ക്ക് തടയിട്ടത്. തുടർന്ന് കേരളത്തിലേക്ക് നീങ്ങിയ പാതിരി കന്യാകുമാരി മുതൽ കണ്ണൂർ വരെയും പിന്നീട് ഗോവ വരെയും തൻ്റെ കർമ്മമണ്ഡലം വ്യാപിപ്പിച്ചു. അങ്ങനെ മലബാർ തീരത്തെ കർമ്മമേഖലയാക്കിയ പാതിരി സാമദാന ദണ്ഡ ഉപയോഗങ്ങളിലൂടെ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം തൊഴിലാക്കിയിട്ടുള്ള ജാതികളെ കൂട്ടത്തോടെ മതപരിവർത്തനം ചെയ്യിച്ചു. ഇന്ന് ലത്തീൻ കത്തോലിക്കർ എന്നറിയപ്പെടുന്ന മുഴുവൻ ക്രൈസ്തവരും ഫ്രാൻസിസ് സേവിയറുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ക്രൈസ്തവ സമൂഹത്തെ ഭാരതീയ പാരമ്പര്യങ്ങളിൽ നിന്നും സംസ്കാരത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പറിച്ച് റോമാസഭയുടെയും ഫ്രിങ്കികളുടെയും അധികാരത്തിന്റെ കീഴിലാക്കാൻ ഈ പാതിരിയും അനുയായികളും ശ്രമിച്ചത് നിരവധി സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇടയാക്കി. തദ്ദേശീയ ക്രിസ്ത്യാനികളെ ലത്തീൻ വൽക്കരിക്കുകയും അഹിന്ദുക്കളാക്കി തീർക്കുകയും ചെയ്യാനുള്ള അവരുടെ ആദ്യ ശ്രമം കൂനൻ കുരിശ സത്യത്തിൽ എത്തിച്ചു. ഇന്നും അവസാനിക്കാത്ത സംഘർഷങ്ങൾക്ക് കാരണം ക്രൈസ്തവർക്ക് നൽകിയ ഇയാളുടെ സംഭാവനയാണ് എന്നത് വിസ്മരിക്കാവുന്നതല്ല. സംഭാവന എന്നത് കൊട്ടേഷനില് ഇയാൾ കാട്ടിക്കൂട്ടിയ കൊള്ളയും കൊള്ളിവെപ്പും ചതിയും വഞ്ചനയും എന്ന് അർത്ഥം. ഗോവയിൽ എത്തിച്ചേർന്ന ഈ പാതിരി അവിടെ കാട്ടിക്കൂട്ടിയ ഹീനകൃത്യങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ശിക്ഷാ നിയമം അനുസരിച്ച് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ 1200 കൊല്ലം കഠിന തടവും കഴുമരവും ഒന്നിച്ചു കൊടുക്കുവാൻ തക്ക പാതകങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ എന്നുദ്ദേശിച്ചത് വിശുദ്ധനാക്കി പോപ്പ് വാഴ്ത്തിച്ച സെയിന്റ് ഫ്രാൻസിസ് സേവിയർ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആ കൊലയാളിയെയാണ് വിശുദ്ധനായിട്ട് അവരോധിച്ചത് എന്നുകൂടി മറക്കരുത്. നിരവധി ഹിന്ദു ശിശുക്കളെ തട്ടിയെടുത്ത് മതപരിവർത്തനം ചെയ്ത് ഈ വിശുദ്ധൻ കാണിച്ച മാതൃക ഇന്നും ഇവിടെ അനാഥാലയങ്ങളുടെ മറവിൽ അരങ്ങേറുന്നത് ഒരു പക്ഷേ നാം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ശവങ്ങൾ അന്വേഷിച്ച് കഴുകൻ നടക്കുന്നത് പോലെയാണ് ഈ ക്രിസ്ത്യാനികൾ അനാഥന്മാരെ അന്വേഷിച്ച് നടക്കുന്നത്. ഇത് ഐസക്കിന്റെ പദപ്രയോഗങ്ങളാണ്, എന്റേതല്ല. ഗോവയിലെ ഗൗഡ സാരസ്വതർ അഥവാ കൊങ്ങിണികൾ എന്ന സമൂഹത്തെ ചതുരുപായങ്ങളിലൂടെ സാമദാന ഭേദദണ്ഡങ്ങളിലൂടെ കത്തോലിക്കരാക്കുക എന്ന വിക്രിയയായിരുന്നു നമ്മുടെ കഥാപാത്രമായ വിശുദ്ധന്റെ ഹോബി. ഈ ഹോബിക്ക് വിധേയരാവാതെ സ്വന്തം വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചവരെ കൂട്ടത്തോടെ ചുട്ടുകരിക്കാൻ നേതൃത്വം നൽകിയ വിശുദ്ധനാണ് ഇയാൾ. സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ ഹീനകൃത്യത്തിന്റെ വരിയാണ് നിങ്ങൾ കേട്ടത്. ഈ വിശുദ്ധന്റെ പീഡനകൾ സഹിക്കാതെ എല്ലാം ഉപേക്ഷിച്ചോടിയവരുടെ പിന്മുറക്കാരാണ് നമ്മുടെ നാട്ടിലെ കൊങ്ങിണികൾ. അവരോട് ചോദിച്ചാൽ ഈ ക്രൂരനായ പാതിരി അഴിച്ചുവിട്ട മർദ്ദനങ്ങളുടെ നീറുന്ന ഓർമ്മകൾ ഒരു കഥ പോലെ അവർക്ക് പങ്കുവെക്കാനുണ്ടാകും. മതത്തിന്റെ പേരിൽ ഭാരതത്തിൽ ഹൈന്ദവരെ കൂട്ടക്കൊല ചെയ്ത
ആദ്യത്തെ പുരോഹിതനാണ് ഇയാൾ. മതത്തിന്റെ പേരിൽ ഭാരതത്തിലുള്ള ഹൈന്ദവരെ കൂട്ടക്കൊല ചെയ്ത ആദ്യത്തെ ക്രൈസ്തവ പുരോഹിതനാണ് ഇയാൾ. ഇയാളുടെ 450-ാം സ്വർഗ പ്രവേശനത്തിന് ഭാരതത്തിന്റെ പ്രഥമ പൗരനെ തന്നെ കണ്ടെത്തിയത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇയാളുടെ 450-ാം സ്വർഗപ്രവേശനത്തിന്റെ അവിടെ ഡോക്ടർ ഐസക് സാറ് സ്വർഗം കഴിഞ്ഞിട്ട് നരകം എന്നൊരു വാക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇയാളുടെ 450-ാം നരകപ്രവേശനത്തിന് ഭാരതത്തിന്റെ പ്രഥമ പൗരനെ തന്നെ കണ്ടെത്തിയത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഹിന്ദുക്കളെ അടച്ചാക്ഷേപിക്കുകയും ഒരു പരിധിവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു ഈ നടപടി. 2002 നവംബർ 17 മനോരമ പത്രത്തിൽ ഞായറാഴ്ച പതിപ്പിൽ കർദിനാൾ മാർ വർക്കി വിദലയത്തിന്റെ പേരിൽ വന്ന ലേഖനം ഇങ്ങനെ പറയുന്നു: സ്വന്തം രാജ്യത്ത് ജനിക്കാത്ത മതത്തിൽ വിശ്വസിക്കുന്നവരെ വിദേശികളായി മുദ്രകുത്തുന്ന ചിന്തയുടെ അപകടത്തെക്കുറിച്ച് ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്കാരുണ്ടെന്നതിനാൽ നാം ബോധവാന്മാരാകണം. ഈ അടിവരയിട്ടിരിക്കുന്ന ഭാഗം ഭാരതത്തിലെ 80 കോടിയിലധികം വരുന്ന ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയ ഭീഷണിയല്ലാതെ മറ്റെന്താണ്? ചുരുക്കത്തിൽ ഹൈന്ദവ സഹോദരന്മാരെ നിഷ്ഠൂരമായി കൊല ചെയ്തതിൻ്റെ 450-ാം വാർഷികം പ്രഥമ പൗരനെ കൊണ്ട് തന്നെ നടത്തിച്ചത് ഹൈന്ദവ സമൂഹത്തെ ആക്ഷേപിച്ചതിന് തുല്യമാണ്. ഇതാ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളിയുടെ വരികൾ. അതേപോലെ ഇംഗ്ലീഷിൽ വായിക്കട്ടെ ഞാൻ. When I have finished baptizing people, I order them to destroy the huts in which they keep their idols, and I have them beat the statues of their idols, I have them break the statues of their idols into tiny pieces. Since they are now Christians, they can break the idols which they worshipped earlier. I could never come to an end describing to you the great consolation which fills my soul when I see idols being destroyed by the hands of those who had been idolaters. വിഗ്രഹാരാധകരെ കൊണ്ട് അവരാരാധിച്ചിരുന്ന വിഗ്രഹത്തെ തല്ലി തകർത്ത് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉദയം ചെയ്ത ആനന്ദത്തിന് ഒരതിരുമില്ലായിരുന്നു എന്ന് ഈ കൊലയാളിയായ വിശുദ്ധൻ പോപ്പിന് എഴുതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ അതേ വരിയുടെ പ്രത്യേകത. ഗോവയിലെ കൊങ്കണി സമൂഹത്തോട് ഈ പുരോഹിതന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ക്രൂരതകൾ ചെങ്കിസ് ഖാനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ചെങ്കിസ് ഖാനെ പോലും, അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനെ പോലും, അല്ലെങ്കിൽ സദ്ദാം ഹുസൈനെ പോലും, അല്ലെങ്കിൽ ഗദ്ദാഫിയെ പോലും എന്ന് ഞാൻ ചേർക്കുകയാണ്. അവരെല്ലാമാണ് ഇന്നറിയപ്പെടുന്ന ടെററിസ്റ്റുകള്. അവരെക്കാൾ ക്രൂരനായ ആ സെയിന്റ് ഫ്രാൻസിസ് സേവിയറെയാണ് വിശുദ്ധനായിട്ട് ആരാധിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. മധ്യകാല മുസ്ലിം ഭരണാധികാരികളെ പോലും പിന്നിലാക്കുന്ന തരത്തിലായിരുന്നു ക്രൂരനായ ഈ പുരോഹിതൻ ക്ഷേത്രങ്ങൾ തല്ലി തകർക്കുന്നതിന് നേതൃത്വം നൽകിയത്. ഇയാൾ യൂറോപ്പിലുള്ള പള്ളി മേലാളന്മാർക്ക് അയച്ച കത്തിലെ ഒരു വാചകം മാത്രം മതി ഇയാൾക്ക് രാഷ്ട്രീയ അധികാരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഔറംഗസീബിനെയും ടിപ്പു സുൽത്താനെയും ബഹുദൂരം പിന്നിലാക്കിയേനെ എന്നും മനസ്സിലാക്കുവാൻ ഫ്രാൻസിസ് സേവിയർ പ്രസ്തുത കത്തിൽ ഇങ്ങനെ പറയുന്നു: I told the new Christians to demolish the shrines of the idols and so to it that they crushed the images into dust. I could not express to you the consolation it gave me to watch the idols being destroyed by the very hands of those who recently used to worship. അടുത്ത കാലം വരെ ഏത് വിഗ്രഹത്തെയാണോ ഇവർ ആരാധിച്ചിരുന്നത് അതേ വിഗ്രഹത്തെ തല്ലി തകർക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആനന്ദത്തിന് അതിരില്ലായിരുന്നു എന്നെഴുതിയ മനുഷ്യനെയാണ് കേരളത്തിൽ ഫ്രാൻസിസ് സേവിയർ എന്ന പേരിൽ വിശുദ്ധനാക്കി ആരാധിക്കുന്നത്. അതിൻ്റെ അതേപോലെയുള്ള ട്രാൻസ്ലേഷൻ കൂടി ഞാൻ ഒന്ന് വായിക്കട്ടെ.
ഞാൻ പുതുതായി മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളാക്കിയവരോട് അവരുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ അത് നശിപ്പിക്കുന്നത് ഞാൻ കണ്ടു. വന്നിച്ച കൈകൾ കൊണ്ട് തന്നെ ഈ വിഗ്രഹങ്ങളെ തകർക്കുന്നത് കണ്ടതിൻ്റെ ആശ്വാസം എനിക്ക് നിങ്ങളോട് പറയുവാൻ അത്യധികം ആനന്ദമുണ്ട്. അതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ആശ്വാസവും ആനന്ദവും ക്രമാതീതമാണ്, വിവരണാതീതമാണ്. വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ബലിദാനികളാകേണ്ടി വന്ന നിരവധി ഹതഭാഗ്യർ ചീന്തിയ രക്തത്തിൻ്റെ ഗന്ധം ഇന്ന് അവിടുത്തെ കാറ്റിനുണ്ട്, ഗോവയിലെ കാറ്റിനുണ്ട്. അവർ പടുത്തുയർത്തിയ നിരവധി ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തി പള്ളി പണിത ഈ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന പുരോഹിതൻ 1552 മരിച്ചു. വേണമെങ്കിൽ ചത്തു എന്ന പദവും ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും താൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ച മത വിചാരണ കോടതി, കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ, 1560 മുതൽക്ക് 1812 വരെ ഗോവയിലെ നിരവധിയായ മനുഷ്യ ജീവനുകളെ പീഡിപ്പിക്കുകയോ നിഗ്രഹിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈ കൊടും ക്രൂരന്റെ ഭൗതിക ശരീരം ഗോവയിലെ ബോം ജീസസ് ബസലിക്കായിലെ ചില്ലുപേടകത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. നാളെ കാലം അതിൻ്റെ ചുവട്ടിൽ ഒരു മഹാഭാവിയുടെ അന്ത്യവിശ്രമം എന്ന് രേഖപ്പെടുത്തിയാൽ അത്ഭുതത്തിന് അവകാശമില്ല. ഹിന്ദുവിൻ്റെ വിശാല മനസ്കത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഭൗതിക ശരീരം അവിടെ നിലനിൽക്കുവാൻ അനുവദിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ പൊതുജനം കൈകാര്യം ചെയ്തേനെ. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ലെനിനും മാർക്സും ഏംഗൽസും ഒക്കെ കടപുഴകി വീണത് നാം മിനി സ്ക്രീനിലൂടെ കണ്ടതല്ലേ? നരവംശത്തോട് ഈ ക്രൂരത കാട്ടിയ ഫ്രാൻസിസ് സേവിയർ വിശുദ്ധനാണോ അതോ മഹാപാപിയാണോ, കൊലയാളിയാണോ, ക്രൂരനാണോ, നീചനാണോ, വഞ്ചകനാണോ തീരുമാനിക്കേണ്ടത് കാലം തന്നെയാണ്. മദർ തെരേസയെ വിശുദ്ധയാക്കാൻ വേണ്ടി അത്ഭുതങ്ങൾക്കായി അലഞ്ഞു തിരിയുന്ന പാവം ഇടയന്മാർക്ക് ഈ മഹാഭാവിയായ വിശുദ്ധൻ കോടികൾ നേടിക്കൊടുത്ത അസറ്റാണല്ലോ ഇത്രയും വലിയ ക്രൈസ്തവ സമൂഹം. നിങ്ങളിത് അറിയണം, സത്യം അറിയണം. സയന്റിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ഇതിൽ നുണയോ ഇല്ലാത്തതോ എഴുതി ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. ഭാരതത്തിലെ ക്രൈസ്തവ ജനത 1000 വർഷമായിട്ട് നടത്തുന്ന ക്രൂരമായ ഹൈന്ദവ വേട്ടയുടെ നീചവും നിന്ദ്യവും അവഹേളനാത്മകവും വേദനാജനകവുമായ ആ കർമ്മത്തിന് തുടക്കം കുറിച്ച ആ മഹാഭാവിയെ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് അവരോധിച്ച് അയാളുടെ പള്ളി കേരളം മുഴുവനും ഉണ്ടാക്കുമ്പോൾ അവഹേളിക്കപ്പെടുന്നത് ഒരു സംസ്കാരത്തെയാണ്. ആ അവഹേളനത്തില് കുറെ പള്ളിയിൽ കൊടിമരം വെച്ചത് കൊണ്ടോ, കൽവിളക്ക് വെച്ചത് കൊണ്ടോ, വിളക്കിന്റെ മുകളിൽ കുരിശ് വെച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ കാവി ഉടുത്തത് കൊണ്ടോ, കണിക്കൊന്നയിട്ട് കുരിശ് കണി കണ്ടത് കൊണ്ടോ, വിജയദശമി ദിവസം കുരിശ് വരച്ച് വിദ്യാരംഭം നടത്തിയത് കൊണ്ടോ, ഹൈന്ദവാചാര വിചാര വിശ്വാസങ്ങൾ സ്വീകരിച്ചത് കൊണ്ടോ അല്ലയോ ക്രിസ്ത്യാനികളെ നിങ്ങൾ അവരോധിച്ച ആ ക്രൂരനും അതേപോലെ നീചനും നിന്ദ്യനുമായ സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് അയാളുടെ പ്രതിമയും പള്ളിയും ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം അത് ഹൈന്ദവ ജനതയോടും പരമപവിത്രമായ ഭാരതത്തോടും അനാദികാലമായുള്ള ഭാരതീയ സംസ്കാരത്തോടുമുള്ള നീചവും നിന്ദ്യവുമായ വെല്ലുവിളിയാണ് എന്ന് ചരിത്രത്തിൽ PhD എടുത്ത ചരിത്ര പ്രൊഫസറായ കോട്ടയത്തെ ചരിത്രപരമായ ചരിത്ര സ്ഥാനത്ത് അലങ്കരിക്കുന്ന ഒരു ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര പ്രൊഫസറായ അദ്ദേഹം എഴുതിയ വരികൾ നിങ്ങൾ അറിയണം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും 7 അയൽവക്കത്തു കൂടെ പോകാത്ത ക്രിസ്ത്യാനികൾ ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ സിംബോളിക് പ്രസന്റേഷൻ ആണ് ഈ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന വിശുദ്ധനായ കൊലയാളിയുടെ രൂപവും ചരിത്രവും പള്ളികളും ഭാരതത്തിൽ നിലനിൽക്കുന്നത്. ചിന്തിക്കുക, സത്യത്തിന്റെ മാർഗത്തിലൂടെ നടക്കുക. നിങ്ങൾ ഏത് ധർമ്മത്തിൽ നിന്നാണോ ക്രൈസ്തവ മതം ഇപ്രകാരം ഭീഷണിയിലൂടെ സ്വീകരിച്ചത് ആ ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ. പ്രണാമം, നമസ്കാരം.